റൈസ് പൗഡർ ഒന്ന് കുറുക്കിയെടുക്കണം. 5 ടേബിൾ സ്പൂൺ റൈസ് പൗഡർ. എന്നിട്ട് അതിനകത്തേക്ക് നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് ലംസ് കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ടങ്ങ് ഇളക്കിയെടുക്കണം. അപ്പോൾ 5 ടേബിൾ സ്പൂണിന് ഒരു 1.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു പിഞ്ച് സോൾട്ട്. അപ്പോൾ നമ്മൾ സ്റ്റവ് ഓണാക്കി സ്റ്റൗവിലേക്ക് വെച്ച് നന്നായിട്ട് കൈവിടാതെ ഇങ്ങനെ ഇളക്കി അതിനെ കുറുക്കിയെടുക്കണം. അതേ നമ്മുടെ റൈസ് പൗഡർ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യണേ. ഇനി ഇതിവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തണുക്കട്ടെ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാനുള്ള ഇതിൻ്റെ മസാലകളാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഒരു മീഡിയം സൈസിൽ 1.5 ഉള്ളി എടുത്തിട്ടുണ്ട്. അതിങ്ങനെ കട്ട് ചെയ്ത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതും ചെറുതാക്കി കട്ട് ചെയ്തതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ വെളുത്തുള്ളി ഒരു ഫുള്ള് എടുത്തിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് തോലെടുത്ത് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇതൊന്ന് ജസ്റ്റ് അരക്കട്ടെ. ഇതൊന്ന് ഒതുങ്ങി കിട്ടാൻ വേണ്ടി അരച്ചതേ ഉള്ളൂ. എനിക്ക് കാശ്മീരി ചില്ലി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഒരു 12 കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി ഇല്ലെങ്കിൽ ചില്ലി പൗഡർ എടുത്താലും മതി. കാശ്മീരി ചില്ലി പൗഡർ ഇതിടുവാണെങ്കിൽ അരച്ചെടുക്കുകയാണെങ്കിൽ അതാ നല്ലത്. നമുക്ക് ഇതും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ സ്പൈസസ് എല്ലാം ഇതേപോലെ നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് കട്ട ഉണ്ടാവരുത്. എല്ലാം നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ആയി കിട്ടണം. ഇതിനകത്തേക്ക് ഞാൻ ആപ്പിൾ സൈഡർ വിനെഗർ ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നോർമൽ വിനെഗർ ആണെങ്കിലും ഓക്കെ, പക്ഷെ എനിക്ക് ഉണ്ടാക്കിയപ്പം ഇതിൽ ഇച്ചിരി ടേസ്റ്റി ആയിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ ഇതെടുക്കുന്നത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഫിഷ് സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്. ഇതിന് പകരം വിനെഗർ മാത്രമാണെങ്കിലും മതി. ഇത് വേണമെന്ന് നിർബന്ധമില്ല. അപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇത് മിക്സ് ആക്കിയിട്ടുണ്ട്. വിനെഗർ ഇട്ടിട്ട് നമ്മളിത് ഗ്രൈൻഡ് ചെയ്യണമെന്നൊന്നുമില്ല. ഞാനെല്ലാം കൂടെ പെട്ടെന്നൊന്ന് മിക്സ് ആവാൻ വേണ്ടി ഗ്രൈൻഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ റൈസ് പൗഡർ കുറുക്കി വെച്ചിട്ടില്ലേ, അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് എരിവ് കുറവാന്നൊക്കെ അല്ലെങ്കിൽ കുറച്ചുകൂടി എരിവ് വേണമെന്നൊക്കെ തോന്നുവാണെങ്കിൽ നമുക്കിനി വേണമെങ്കിൽ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പം ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് അതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് ഉപ്പിട്ട് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചൈനീസ് ക്യാബേജ് ഒന്ന് നന്നായി വാഷ് ചെയ്തെടുക്കണം. അത് വാഷ് ചെയ്തെടുത്തുകൊണ്ട് വരാം. ചൈനീസ് ക്യാബേജ് കണ്ടോ നന്നായിട്ട് സോക്കായി എല്ലാം താണു. ഇത് 3 hours എടുത്തു ഇങ്ങനെ ആവാനായിട്ട്. നമ്മളിത് വാഷ് ചെയ്യുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളത്തിലോ അല്ലെങ്കിൽ നല്ല മിനറൽ വാട്ടറിലോ ഒക്കെ വാഷ് ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് മിനിമം 3 ടൈം എങ്കിലും ഇത് വാഷ് ചെയ്തെടുക്കണം. കാരണം ഉപ്പിനൊക്കെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച് ഇപ്പോഴാണ് ഇത് ഒരു ക്രഞ്ചിയും സോഫ്റ്റും ഒക്കെ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അതായത് ഞാൻ വാഷ് ചെയ്തെടുത്ത നമ്മുടെ ചൈനീസ് ക്യാബേജിനകത്തേക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ഉപ്പൊക്കെ പിടിച്ച് നല്ല സോഫ്റ്റും ക്രഞ്ചി ആയിട്ടായിരിക്കുന്നത്. അടുത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് റാഡിഷാണ്. റാഡിഷിൻ്റെ തിൻ സ്ലൈസ് ആക്കി ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചതാണ്. സ്പ്രിംഗ് ഓണിയൻ അതേപോലെ തന്നെ നീട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വാഷ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തതാണ്. അപ്പം അതും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങോട്ട് നമുക്കൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് വിടാം. അപ്പോൾ ഇതിനകത്തേക്കാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മസാല എല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഫുള്ള് ഇട്ട് കൊടുത്തിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് വേണം, സോൾട്ട് വേണോ ഇനി കുറച്ചും കൂടി വിനീഗർ വേണോ എന്നൊക്കെ തീരുമാനിക്കാനായിട്ട്. കൈവച്ച് നന്നായി മിക്സ് ചെയ്ത് അതിനകത്തേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഓരോന്നിനും നന്നായിട്ട് എത്തണത് മിക്സിങ്. ഫുള്ളായിട്ട് ഓരോന്നും എടുത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലേക്ക് അല്ലെങ്കിൽ ബോട്ടിലേക്ക് ഇട്ടിട്ട് ഒരു മിനിമം ഒരു 3 hours അല്ലെങ്കിൽ ഓവർനൈറ്റ് നമുക്ക് കുറച്ച് നന്നായി ഫെർമെൻ്റ് ആവുന്നുണ്ടെങ്കിൽ ഒരു ഡേ ഫുള്ള് പുറത്ത് വെക്കാം. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്തേക്ക് വെച്ചാൽ മതി. എന്നിട്ട് നമ്മുടെ ഇഷ്ടം പോലെ എടുത്ത് യൂസ് ചെയ്യാം.
അപ്പൊ അങ്ങനെ നമ്മുടെ കൊറിയൻ കിംചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെച്ച്